ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സോൻപ്രയാഗിലാണ്. രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഇത്തിരി വൈകി, 11:11. കാരണം തലേദിവസം 2 മണിക്കാണല്ലോ നമ്മ കയറി കിടന്നത്. ദൈവമേ, ഇതൊക്കെ ഞാൻ പെട്ടി ചോദിച്ചു തുടങ്ങണം അല്ലേ. 2 മണിക്കാണ് കിടന്നത്. എഴുന്നേറ്റപ്പോൾ 11:11. അങ്ങനെ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് കഴിക്കണം, ബ്രഞ്ചാക്കാം. അത് കഴിഞ്ഞാണ് നമ്മുടെ റിയൽ പർപ്പസ്, ഉത്തരാഖണ്ഡിലേക്ക് വരാനുള്ള റിയൽ പർപ്പസ്. അടുത്ത പരിപാടിയാണ്. നമ്മളിവിടുന്ന് പോകുന്നത് ഒരു അമ്പലത്തിൻ്റെ അങ്ങോട്ടാണ്, കേദാർനാഥ് അല്ല. നമ്മളിവിടുന്ന് പോകുന്നത് ത്രിയോഗി നാരായൺ ടെമ്പിൾ. ഇവിടുന്നൊരു 14-15 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്നൊരു ഷെയർ ടാക്സി പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. ആ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കെന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഫസ്റ്റ് പരിപാടി ബ്രഞ്ച്, അത് കഴിഞ്ഞൊരു ഷെയർ ടാക്സി പിടിക്കുക, ത്രിയോഗി നാരായൺ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോവുക. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട്. ഇതാണ് സോൻപ്രയാഗ്. ഇവിടെ നിന്നാണ് എല്ലാവരും, ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഗൗരികുണ്ട് എന്ന സ്ഥലം. അവിടം വരെ ഷെയർ ടാക്സി പിടിച്ച് പോയിട്ട് അവിടെ നിന്നാണ് എല്ലാവരും കേദാർനാഥിലേക്ക് ട്രക്ക് ചെയ്യുന്നത്. ഒരു 16 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കേദാർനാഥ്. 16 അല്ല, ഗൗരികുണ്ടിൽ നിന്ന് 16 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടല്ല, നമുക്ക് പോകേണ്ടത് നേരെ അങ്ങോട്ടാണ്. ആ മലയുടെ സൈഡിൽ കൂടി മേളിലേക്കാണ് നമ്മുടെ ത്രിയോഗി. ഓക്കെ മാഡം, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. എവിടെ നിന്നാണ് കഴിക്കേണ്ടത്? നീ നില ഏതോ ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ടായില്ലേ? നടക്കാം അല്ലേ? ഓക്കെ. ബ്രഞ്ചിന് വേണ്ടി നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. SLC പരീക്ഷയൊക്കെ പഠിക്കുന്നത് പോലെ മെനുവൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 2 താലി ഓൾറെഡി പറഞ്ഞു. ഓക്കെ भाई, एक चिल्ली गोभी ट्राई कीजिए. चिल्ली गोभी है क्या? नहीं, चिल्ली पनीर. അവർ ബ്രഞ്ച് ഈസ് റെഡി. നമ്മുടെ ബ്രഞ്ച് റെഡി ആയിട്ടുണ്ട്. താലിയാണ് പറഞ്ഞത്, ഇനി റൈസും കൂടി വരാനുണ്ട്. അപ്പോൾ പാറുവാണെങ്കിൽ പാറുവിൻ്റെ അച്ഛനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കേദാർനാഥിന്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാറുവിന്റെ അച്ഛൻ. അപ്പൊ എന്തായാലും ഫുഡ് വന്ന സ്ഥിതിക്ക് നമുക്ക് തീറ്റ തുടങ്ങാം. ഫുഡ് എത്തി. ഞങ്ങൾക്ക് താലിയാണ് ഓർഡർ ചെയ്തത്, അത് പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, 2 റൊട്ടി. ഈ റൊട്ടി പനീർ ബട്ടർ മസാലയുടെ കൂടിയില്ലേ, കോമ്പിനേഷനാണ്. പിന്നെ വെജ് കറി കൊള്ളാം, അടിപൊളിയാണ്. പക്ഷെ പനീർ ബട്ടർ മസാല അടിപൊളി. കുക്കുംബർ, പിന്നെ അവരുടെ അച്ചാറാണെന്ന് തോന്നുന്നു. ക്യാരറ്റൊക്കെ ഉണ്ട്. വെജ് അച്ചാറായിരിക്കും. അത് ട്രൈ ചെയ്തിട്ടില്ല, അത് പറയാം. പിന്നെ ഉള്ള ഡാൽ തടുക്ക്, അതാണ് ഈ പാറിന് കഴിക്കാനും പാടുള്ള, പല്ലിന്റെ സീനുള്ളത് കൊണ്ട്. ഒന്ന് കഴിച്ചു കൊള്ളാം. പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് ആസ്വദിക്കുന്നു. അടിപൊളി സ്ഥലം. മസാലയൊക്കെ ഒരുപാട് ഓവറല്ല, ഇച്ചിരി മധുരമൊക്കെ ഉണ്ട്. അടിപൊളി. പിന്നെ ഇങ്ങനെ തീർത്തു. 2 റൊട്ടിയും കൂടി എക്സ്ട്രാ മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പിന്നെ ഒരു ഹെൽത്തി ഡയറ്റ് പോലെയാണ്. എന്തായാലും നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ ഒരിക്കലും കുക്കുമ്പറൊന്നും കൂടിയില്ല. ഇപ്പോൾ കുക്കുമ്പർ. ഇവിടെ നിന്നാണ് നമ്മൾ ത്രിയോഗിയിലോട്ട് ടാക്സി കയറുന്നത്. भैया त्रिवेदी जाने के लिए गाड़ी है।
एक गाड़ी है क्या? कितने लोग हैं? 2 लोग हैं। चलेगा इसमें? कितना है त्रियोगी जाने के लिए? അങ്ങനെ ത്രിയോഗിലോട്ട് ടാക്സി സെറ്റാക്കിയിട്ടുണ്ട്. ഷെയർ ടാക്സിയാണ്. ഒരാൾക്ക് 200 രൂപ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞ്. നമ്മൾ 2 ദിവസം അവിടെയാണല്ലോ നിൽക്കുന്നത്. എൻ്റെ ദൈവം ഇതൊന്നും എല്ലാവരും എന്നെ മറ്റേ ഓക്കെ അവിടെ ടാക്സി റെഡി ആയിട്ടുണ്ട്. ടാക്സിയിലേക്ക് പോവാം. 200 രൂപ ടാക്സിക്ക് ത്രിയോഗിലോട്ട്. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ട് ത്രിയോഗിലോട്ട്. അത് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്തോ ചീട്ട് എഴുതി തരുമായിരിക്കും. നമ്മുടെ ബൊലേറോ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ബൊലേറോ 339. പാറുഭാഗത്തേന് ഇരിപ്പുറപ്പിച്ചു. ടണയോ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അറിയണം ആൾക്കാരെ കൊണ്ട്, എന്നാലും ഇവിടെ നിന്ന് വണ്ടി എടുക്കുള്ളൂ. അത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബൊലേറോ കയറിയിരുന്നു. ഇതിന് വേറൊരു 3 പേര് മറ്റേ നമ്മ 339 ഇത് മാറ്റി. സ്കൂളുകൾ എല്ലാ ബാഗും എല്ലാം ഞാൻ മേളിൽ കൊണ്ടേ കയറ്റി വെച്ചപ്പോഴേക്കും അതെല്ലാം പോണത്. ആദ്യമേ വേറെ വണ്ടിയാണ് ഇതിൽ പോയി കയറുന്നത്. ഞാനിത് വേറൊരു വണ്ടി വന്ന് കയറി ഇരിപ്പുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാൻ നടന്നു പോയി കളയുന്നത് യോഗി. അത് ഇനി ബാക്കിലൊരു ഒരാളും കൂടി ഉണ്ടായിരുന്നു. 3 പേരുണ്ട്. ഇനി ഒരു 4 പേരെയും കൂടി കയറണം. എന്നാലും ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കും. അങ്ങനെ ബൊലേറോ ഇവിടെ നിന്ന് എടുത്തു. അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇറങ്ങി വേണം പോകാനായിട്ട്. ഇവിടെ എല്ലാം വൺ വേ. ബ്ലോക്ക് സെയിം കണ്ടീഷൻ. ഇപ്പോൾ ഒരു അരമണിക്കൂറിന് മേളിലായി ഇവിടെ ഇരിക്കുന്നു. സോൻപ്രയാഗിന്ന് നമ്മുടെ ത്രിയോഗിയിലുള്ള വഴി പോലും കയറിയിട്ടില്ല. കൂടി ഒന്നൊരു 500 മീറ്റർ നീങ്ങുന്നുണ്ടാവും ഈ 3/4 മണിക്കൂർ കൊണ്ട്. അങ്ങനെ സോൻപ്രയാഗിൽ നിന്നും നമ്മൾ നൈസായിട്ട് ത്രിയോഗിയിലുള്ള വഴി കയറിയത്. അവിടെ പാർക്കിംഗ് നോക്കിയോ? നല്ലൊക്കെ പാർക്കിംഗ് അല്ലേ ഇവിടുത്തെ? നമ്മളവിടെയൊക്കെ പാർക്ക് ചെയ്യിക്കും. പൊന്ന പിന്നെ വണ്ടി എടുക്കണമെങ്കിൽ എല്ലാത്തിൻ്റെയും കൈയും കാലം പിടിക്കേണ്ടി വരും. ആ മുട്ടോടാ. ഇപ്പൊ കിളി. പാറുവാണ് ഇപ്പൊ ഇവിടുത്തെ കിളി. അവിടെ മുട്ടിന്ന് പോവാണ്. നൈസായിട്ടൊന്നും മുട്ടിയിട്ടുണ്ടെന്ന് അപ്പുറത്തെ കാറിൽ. ഇല്ലല്ലോ മുട്ടിയിട്ടില്ലല്ലോ. കിളി लेफ्ट में जगह है। हाँ हो जाएगा। ठीक है, जगह है, बहुत जगह है। लेफ्ट लेफ्ट വേറെ ട്രാഫിക്കിനെ കൂടി കിട്ടി. एक मिनट। हाँ लेफ्ट में जगह है. ഇല്ല അങ്ങനെ എടുത്ത് കയറില്ല, വളക്കണം അല്ലെങ്കിൽ ബാക്ക് തിരിയുക. ശരി ശരി. അങ്ങനെ റൂം എടുത്തു. ട്രിയൂഗിയിൽ 1500 റൂമിന്. അതുകൊണ്ട് ഞങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. പാറുദേ ആകെ എക്സൈറ്റഡ് ആണ്. ഒരു കാഴ്ച കമോൺ ഗോ ഗോ. ഒത്തേസം വേണ്ട, നീ നടക്ക്. ദിസ് ഈസ് ദ വ്യൂ ഫ്രം ദ റൂം. ആ പൂവ കാണാതെ അവിടെ എന്താണ് കൃഷിയാണോ അവരാരി? എന്റെ പൊന്നോ, കിട്ടുക്കാച്ചി വ്യൂ.
രശീല എന്താ എന്താ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാൻ. അവിടെ അപ്പുറത്തേക്ക് പോകാൻ ഇതിൽ ഇറങ്ങിക്കോ. ഇത് ഇവിടെ ഗേറ്റ് ഉണ്ട്. മഞ്ഞുമല കാണാൻ പറ്റും. ഇത് ഇവിടെ ഗേറ്റ് ഉണ്ടെന്ന്. മഞ്ഞുമല ഇവിടെ ഗേറ്റ് ഉണ്ട്. ചെക്ക് ഇൻ ചെയ്യാ. അയ്യോ ബാഗൊക്കെ ഇവിടെ ഇരിക്കണാണ്. നീ പിന്നെ എങ്ങാ പോണേ? മഞ്ഞുമല കാണാനായിട്ടാണോ? ഓടിവാ ഓടിവാ ഓടിവാ. എടാ ഞങ്ങളുടെ ഞാൻ പറഞ്ഞിട്ടില്ലേ കൊങ്കണി കല്യാണത്തില് ഏഴുമല കടന്നിട്ടാണ് കല്ല് വിവാഹം കഴിക്കണെന്നാണ് അർത്ഥം. ഓക്കെ. ഇത് നോക്കി ഇവിടെ നിന്ന് എണ്ണിക്ക് നോക്കിയെന്ന് 1 2 3 അതിന്റെ ഇടയിലുണ്ട് 4 അതിലിടയിലുണ്ട് കോടകാരം കാണുന്നു 5 6 7 മഞ്ഞുമല. ഓക്കെ. കുറച്ചു നേരം നമ്മൾ റൂമിൽ സ്പെൻഡ് ചെയ്തു. ചുമ്മാ ഒന്ന് ത്രിയോഗിയുടെ ആ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് തണുപ്പൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് പാറു ജാക്കറ്റും ഗ്ലൗ ഒക്കെ എടുത്തിട്ടു. തണുപ്പാവും കുറച്ച് കഴിയുമ്പോ. ഇവിടുന്ന് ആ മഞ്ഞുമലയെ കാണുമ്പോ പൊളി. മന്ദിറിന്റെ അങ്ങോട്ട് പോകുന്തോറും മഞ്ഞുമലകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നോക്കി പൊളി. എന്താ ആ കേറിക്കുന്നു. ഇവിടെ ഇങ്ങനെ നോക്കിയേ, ഇങ്ങനെ നോക്കി ആ വീട് നോക്കി, അതിന്റെ മുറ്റം, മല, വ്യൂ. ഇതൊക്കെ ഇവിടുത്തെ ഹോട്ടൽസ് കണ്ടാ റൂമുകളൊക്കെ. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ എടുത്ത്. എന്തായാലും നല്ല കിടിലം വ്യൂ ഉള്ള റൂമായതുകൊണ്ട് കുഴപ്പമില്ല. നോ റിഗ്രറ്റ്സ്. മന്ദിറിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. ഒരു 100 മീറ്റർ എന്നാ പറഞ്ഞത്. ഓക്കെ. അതിലെയാണ് ത്രിയോഗി നാരായൺ ടെമ്പിളിലേക്കുള്ള വഴി. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ത്രിയോഗി നാരായൺ മന്ദിർ. ഈ അമ്പലം എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് എന്നുള്ളത് പാറു പിന്നെ പറഞ്ഞു തരും. ഓക്കെ. നമ്മ ഇവിടെ വന്നേക്കുന്നതിന്റെ പർപ്പസും പിന്നെ പറഞ്ഞു തരാം. पार्वती परमेश्वर शादी पार्वती परमेश्वर ഇതാണ് നമ്മുടെ മന്ദിറിലേക്കുള്ള വഴി. രണ്ട് സൈഡും കടകള്. ഇതുപോലൊരു സ്ഥലമുണ്ട് പറശ്ശിനിക്കടവില്, മുത്തപ്പൻ അമ്പലം അല്ലേ പറശ്ശിനിക്കടവില്. അതേപോലെ ആ മറ്റേ നേന്ന് വന്നതല്ലേ സിന്ദൂരം. ഓക്കെ. ഇതാണ് ത്രിയോഗി നാരായൺ ടെമ്പിൾ. ഉള്ളിൽ ഭയങ്കര പീസ്, എന്തൊരു ശാന്തി. മന്ദിർ കണ്ടിറങ്ങി നമ്മൾ വീണ്ടും ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ ചുമ്മാ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ മണ്ടേ കയറണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാർ അവിടെ കൊണ്ടുവന്നിട്ട് ഇടുന്നുണ്ടാവാ.
ഇനി എവിടെയെങ്കിലും ശാന്തിയായിട്ട് എന്താ ഇത് എന്തത് നമ്മളിവിടെ ഒരു ചായ പറഞ്ഞു. ചായ കുടിക്കാനിരിക്കുന്ന വ്യൂ പോയിന്റ് കണ്ടോ? ശോ, ഇവിടെ ഇരുന്ന് ചായ കുടിക്കണതിന് കൊടുക്കണം ഒരു ചായക്ക് ഒരു 100 രൂപയെങ്കിലും. പശുവിന്റെ ചാണകം കൊണ്ടിട്ടാണ് ഇവിടെ നിന്നോളാം. ഈ ഒരാളാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതേ ലോകത്തോളം എല്ലാരും വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമാര് ചേച്ചിമാര്. ഇത് ഇവിടെ ഇരുന്നൊരു ചായ കുടിച്ചാലുണ്ടല്ലോ എന്റെ സാറേ, നോക്കിയേ എന്താ രസം. ഇവിടെ തണുപ്പില്ലേ ഇത്രയും ഇത് വേണം, രോമം വേണം. എടാ ജട അത് അഴുക്ക് പിടിച്ചിട്ട് നിനക്ക് ബിസ്ക്കറ്റ് പറ. ഇവന് ഒരു ബിസ്ക്കറ്റ് പറഞ്ഞേ. ഓക്കെ എടാ പാഞ്ച് അടിക്കൊന്ന് കയറടാ, എവിടെ കയറി പോകടാ. അയ്യോ എന്റെ കാലും പൊക്കി കൊണ്ടുപോകണ ഒടുക്കത്തെ പോവാറാണ്ട് ഇനി. ആ ബിസ്ക്കറ്റ് ചെയ്തേക്കാ, അതെ ദീദി ബിസ്ക്കറ്റ് ചെയ്തേക്കാ. ഉദർച്ചല്ലോ എടാ മല്ല. നിന്നെ ബിക്കറ്റ് കൊടുക്കോ? അയ്യോ സോറി. ഒരാള് ഇവിടെ ഫോണിൽ കൂടി ബിക്കറ്റ് കൊടുത്തോണ്ടിരിക്കണേണ്ട. അവിടെ അവിടെ ഫോണിൽ കൂടി ബിക്കറ്റ് കൊടുത്തോണ്ടിരിക്കാൻ കുറച്ച് പേര്. അമ്മ ഒന്ന് നോക്കിക്കണ മോന് ചേച്ചി തരും. ചേച്ചി കൊടുക്ക്. എടാ ഞോളേക്ക് എന്റെ കാലിലേക്കാണ് പോയത്. കൊതിയ പോന്നാ. ഒരാള് ബൈ പറഞ്ഞു പോണേണ്ട. ബായ് ബായ്. ദേ എടാ ബായ് എടാ പോടാ. ഓടി വന്നീ. രണ്ടും കൂടി ഓടി ഓടി റൂമിൻ്റെ അവിടെ എത്താറായി. മിക്കവാറും ഒരു കെട്ടിൽ അവന് കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഭാഗ്യം റൂമിൽ 3 കെട്ടിലുള്ളത്. ഇതേപോലെ മേടിക്കാലോ നടക്ക്. കപ്പയല്ല, അത് വേറെ ജസ്റ്റ് കോലി. മച്ചാന്റെ പേര് കിട്ടിയട്ടാ. നമ്മുടെ റൂമിന്റെ തൊട്ടടുത്തുള്ള കടയിലെ മച്ചാനാണിത്. ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ മൂലക്കത്തെ ചായക്കടയിൽ പോയി വെച്ചാൽ. കാലു എന്നാണ് ഇതിന്റെ പേര്. കാലു കാലു പൊടി പൊടി. അങ്ങനെ തിരിച്ച് റൂമിലെത്തി. വില്ലേജൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. നല്ല മനുഷ്യരാണ് ഇവിടുത്തെ എല്ലാവരും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരവും കാര്യങ്ങളൊക്കെ. പിന്നെ തുടക്കമല്ലേ, നോക്കാം. അപ്പോൾ ത്രിയോഗി നാരായൺ ടെമ്പിൾ എന്തുകൊണ്ടാണ് ഫേമസ് എന്നുള്ളത് പറഞ്ഞുതരാം. ത്രിയോഗി നാരായൺ ടെമ്പിളിൽ വിഷ്ണുവാണ് പ്രതിഷ്ഠയെങ്കിലും അറിയപ്പെടുന്നത് വേറൊരു കാര്യത്തിലാണ്. ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും വിവാഹം നടന്ന സ്ഥലമായിട്ടാണ് ഈ അമ്പലം ഇന്നും അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അന്ന് അവരുടെ കല്യാണത്തിന് വെച്ച ഹോമകുണ്ടം അവിടെ അഗ്നിസാക്ഷിയായിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ അഗ്നി ഇന്നും കെടാതെ അവിടെ ഇപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. പറയുന്നത്. അതായത് കെടാത്ത അഗ്നിയാണ് ആ അവിടെ. കെടാത്ത അഗ്നി. ഇപ്പോഴും അപ്പൊ അന്ന് പോലെ ഇതെങ്ങനെയാണ് കെടാതെ അത് ആൾക്കാര് ആ വീണ്ടും അഗ്നി ആ അഗ്നി ജ്വലിപ്പിച്ചു, എന്നിട്ട് വീണ്ടും വിറകിട്ടോണ്ടേയിരിക്കും. ഓക്കെ ഇവിടെ മഞ്ഞുകാലത്തും ആളുകൾ വരും, കയറി വരും. ഓക്കെ. എന്ത് ആ അപ്പൊ വിറകിടാൻ. ഇപ്പോഴും വിറകിട്ട് കത്തിച്ച് അന്ന് കത്തിച്ച ഹോമകുണ്ടം ഇപ്പോഴും കെടാതെ കത്തി നിൽക്കുന്നുണ്ടെന്നാണ്. അതായത് ബാക്കി മഞ്ഞ് പെയ്യുമ്പോ എല്ലാം ഇവിടെ ക്ലോസ് ചെയ്യും. ടെമ്പിളൊക്കെ കേദാർനാഥ് ആണെങ്കിലും തുംഗനാഥ് ആണെങ്കിലും എല്ലാം. അപ്പൊ ഇതും ക്ലോസ് ചെയ്യും. പക്ഷെ ആ ക്ലോസ് ചെയ്യുന്ന സമയത്തും കെടാതിരിക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കാൻ വേണ്ടി വിറക് ശേഖരിച്ച വിറക് എപ്പോഴും എല്ലാ ദിവസവും വന്നിട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. Good. അപ്പൊ ആ ഡെഡിക്കേഷൻ അപ്പോ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും കല്യാണത്തിന്റെ ഒരു സംഭവത്തിലാണ് ഈ ത്രിയോഗി നാരായണ ടെമ്പിൾ ഇത്ര ഫേമസ്. അപ്പൊ ഹിന്ദു മതപ്രകാരം എന്തൊരു ശുഭകാര്യത്തിന് മുമ്പും അഗ്നിസാക്ഷി എന്നുള്ള സാക്ഷ്യം അഗ്നിസാക്ഷ്യം വഹിക്കുന്നത്. അഗ്നിസാക്ഷ്യം വഹിക്കുന്നത് വലിയ സംഭവം. അപ്പൊ ഇവിടെ ശിവന്റെയും പാർവതിയുടെയും കല്യാണം നടന്നതിന്റെ വിശ്വാസം ഉള്ളത് കൊണ്ട് ഒരുപാട് കപ്പിൾസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതായത് കല്യാണം കഴിച്ചവരാണെങ്കിലും കഴിക്കാത്തവരാണെങ്കിലും ഇവിടെ ഇവിടെ വന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അതായത് ഇദ്ദേഹം കല്യാണത്തിന് മുമ്പേ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ഡ്രീമായിരുന്നു ഇത്. കല്യാണം കഴിക്കുമ്പോ ഇവിടെ വെച്ച് കല്യാണം കഴിക്കണം എന്നുള്ളത്. അതെ, ത്രിയോഗി നാരായണിൽ വന്ന് താലി കെട്ടണം എന്നും ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അഗ്നിസാക്ഷിയായിട്ട് എന്റെ കല്യാണം നടക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത്. അപ്പൊ ഇവിടെ കല്യാണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇവിടെ കല്യാണം കഴിക്കൽ മറ്റേ ഹോമം പരിപാടികളൊക്കെ ചെയ്യാനായിട്ട്. കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും വേണ്ട, വരിക ഇവിടെ വന്ന് ഒരു ചെറിയൊരു പൂജ. ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 500 രൂപ മുതൽ 800 രൂപ വരെ, 800 വരെ എന്ന് പറഞ്ഞു. അത് എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. 500 മുതൽ 800 വരെ എന്ന് പറഞ്ഞു. അതായത് ഹോമം നടത്താൻ വേണ്ടി മാത്രമായിരിക്കും 500. പിന്നെ താലി നമ്മൾ പൂജിച്ച് ചരട് കെട്ടണമല്ലേ, നമ്മൾ താലി കെട്ടുവല്ലേ, കല്യാണം കഴിക്കാൻ പോവല്ലേ, അപ്പോ അകത്ത് പൂജിക്കാൻ വേണ്ടിയിട്ടുള്ളത് പണ്ഡിറ്റിനൊക്കെ വേറെ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. കുറച്ചു നേരത്തെ റെസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ഡിന്നറിനുള്ള പോക്കാണ്. നമ്മുടെ റൂമിന്റെ തൊട്ടപ്പുറത്തിന്റെ ഹോട്ടലുണ്ടായിരുന്നു. നൈസായിട്ടൊന്ന് മേളിലേക്ക് നടന്ന് വിചാരിച്ച് അടുത്തുള്ള ഹോട്ടലിൽ തന്നെ പോകാം. ബൈ. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്തേക്കുന്നത്. പൂട്ടിയേക്കണല്ല, അകത്ത് ആൾക്കാരുണ്ട്, തണുപ്പ് കയറാതിരിക്കാനായിരിക്കുള്ളൂ. എന്തായാലും ഫസ്റ്റ് നമ്മൾ മെനു നോക്കട്ടെ, റേറ്റ് ഒക്കെ നോക്കട്ടെ. ഒരു ലോഡ് ലൈറ്റ് ഒക്കെ കത്തിച്ചിട്ടേക്കണുണ്ട്. റേറ്റ് എങ്ങനെയാണ് നോക്കട്ടെ. അതെ, ആ എവിടെ ഇരിക്കണം? ഓക്കെ, എവിടെ നിന്നാ ടി വി ആണോ? നമ്മുടെ ഫുഡ് എത്തി. ബട്ടർ റൊട്ടി, ഇതെന്തായിരുന്നു? ജീര റൈസ് അല്ല, കറി. കടായി പനീർ ആൻഡ് ജീര റൈസ്. ഇനി ഞങ്ങൾ ഡിന്നർ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഡിന്നറൊക്കെ കഴിഞ്ഞു, തിരിച്ച് റൂമിലേക്ക് പോകുന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഇതാക്കാവുന്നതാണ് റൂം. ഒരു 50 മീറ്ററോളം ഉണ്ടാവുള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാവും ഞങ്ങൾ എന്തിനായിരിക്കും ത്രിയോഗിയിൽ വന്നതെന്ന്. അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ശംഭോ മഹാദേവ. ബൈ.